ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ അപ്പൂൻ്റെ സ്കൂളിൽ ഒരു ഹാപ്പി ഡ്രിങ്ക് പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ചാർട്ടൊക്കെ അവൾ തയ്യാറാക്കുന്നുണ്ട്. ഈ സ്റ്റാർ ഫ്രൂട്ട്സ് ഇല്ലേ, അപ്പോൾ അതിനെ കൊണ്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാനാണ് പ്ലാൻ. ഇതിൻ്റെ റെസിപ്പിയും വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചാർട്ടിൽ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ തൈ ഉണ്ടെങ്കിൽ ഇതുവരെ കായ്ച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ ഇഷ്ടം പോലെ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടാകാറുണ്ട്. ഉമ്മ നല്ല അച്ചാറൊക്കെ ഇട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകേണ്ട നേരം ആവുമ്പോൾ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഏലക്കാപ്പൊടി വേണ്ടതുണ്ട്. അതപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഏലക്ക ചേർത്തിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമായല്ലോ. അപ്പോൾ ആ ഒരു പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ള ഫ്രഞ്ച് ടോസ്റ്റാണ്, ജാസ്മിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. മക്കളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൂൻ്റെ ബസ്സാണ് ലാസ്റ്റ് വരുന്നത്. അപ്പം ഏതായാലും ഇന്ന് ബസ്സിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ അപ്പൂൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ ശരിയാവില്ല. ബസ്സിൽ പോകുമ്പോഴേക്കും അത് ആകെ കുഴപ്പമാവണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ നാരുകളും കുരുക്കളൊക്കെ നീക്കിയിട്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ പഴുത്ത നിറത്തിലുള്ള പുളികളാണ്. ഇതെങ്കിൽ കൂടിയും നന്നായി പഴുത്ത് കിടക്കുന്നത് പോലെ തോന്നുമെങ്കിൽ ഇതിന് പുളിക്ക് യാതൊരു കുറവും ഇല്ല കേട്ടോ. ഇത് നന്നായി പുളിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട്സാണ്. ഈയിടെയായി പുളി കുറഞ്ഞ അല്ലെങ്കിൽ പുളി തീരെ ഇല്ലാത്ത സ്റ്റാർ ഫ്രൂട്ട്സൊക്കെ നമുക്ക് തൈയൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പഴയ കാലത്ത് ഞങ്ങൾ എൻ്റെ അപ്പാൻ്റെ വീട്ടിൽ നിന്നോ മറ്റോ ഒരു സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് കുരു നട്ടിട്ട് ഉണ്ടായ മരമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഇത് ധാരാളം കായ്ക്കുന്നത്. അപ്പോൾ ഇത് അച്ചാറൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ തേനൊക്കെ ചേർത്തിട്ടുള്ള ഒരു പാനീയമാണ് തയ്യാറാക്കുന്നത്. ഈ പുളിയനി നമുക്കൊന്ന് ജ്യൂസ് മെഷീനിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കുരുക്കളൊക്കെ നീക്കം ചെയ്ത് നാരുകളൊക്കെ നീക്കം ചെയ്ത പുളി മിക്സിയിൽ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ടാമത് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ പാനീയം തയ്യാറാക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമ്മളിതിലേക്ക് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തേൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ. അവിടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ അപ്പൂൻ്റെ സ്കൂളിലുള്ള ഈ ഹാപ്പി ഡ്രിങ്ക്സ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ ഒത്തിരി തേനിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി. തേനിനായിട്ട് നടക്കേണ്ടൊന്നും വന്നില്ല. ഇതുപോലുള്ളൊരു ക്ലേ പോട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഇതൊരു ജഗ്ഗിൻ്റെ ആകൃതിയിലുള്ള ഒരു ക്ലേ പോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഐസൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്കൂളിൽ എത്തുമ്പോഴേക്കും നന്നായി തണുത്തിട്ട് കിടന്നോട്ടെ എന്ന് കരുതി. കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഐസ് ക്യൂബ്സൊക്കെ അലിഞ്ഞ് അത് മധുരത്തിനോടൊക്കെ പാകമായിക്കോളും എന്നറിയാം. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് അവൾ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എവിടെ പോന്നപ്പോൾ പിന്നെ വാ ഓക്കെ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ അപ്പൂൻ്റെ സ്കൂളിലേക്ക്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചാർട്ടൊക്കെ അപ്പൂൻ്റെ ടീച്ചറാണ് കേട്ടോ. ഇത് ഷീബ മാം എന്നാണ് പേര്. അപ്പൂൻ്റെ മാത്സ് ടീച്ചറും ക്ലാസ് ടീച്ചറുമാണ്.
അപ്പോൾ അവരിതാ ഇവിടെ ചാർട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനേതായാലും ഇത്തിരി നേരം കാഴ്ചകളൊക്കെ കണ്ട് നടന്നു കേട്ടോ. ധാരാളം പല ടൈപ്പിലുള്ള ജ്യൂസുകൾ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 50-ൽ പരം ശീതളപാനീയങ്ങൾ റെഡിയാക്കേണ്ടതിൻ്റെ അടുത്ത് 50-ൽ കൂടുതൽ പാനീയങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ റെഡിയാക്കി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ സ്കൂളിൽ അന്ന് തന്നെ വേറെ ചില പ്രോഗ്രാംസൊക്കെ നടക്കുന്നതിനെ കൊണ്ട് അവിടെ ഉദ്ഘാടന ചടങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അപ്പൂനെ അവിടെ വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ദാ ഇന്നത്തെ ദിവസത്തിലെ ഈവനിങ്ങിലെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ കുറച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വെട്ട് കേക്ക് എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു തരത്തിലുള്ള കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 5 മുട്ടയും 1.5 കപ്പ് മൈദയും 1/2 കപ്പ് നമ്മുടെ റവയില്ലേ അതും പിന്നെ 1.5 കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ മാവ് തയ്യാറാക്കിയിട്ട് കുഴച്ച് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. അത് ഞാൻ കാലത്ത് തന്നെ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. ഇതെന്താണെന്ന് വെച്ചാൽ നാളെ ഞാൻ കാലത്ത് ഞാനും ഉപ്പയും ചേർന്ന് മാജിനെ കാണാൻ വേണ്ടിയിട്ട് മാംഗ്ലൂർക്ക് പോകുന്നുണ്ട്. അവൻ്റെ മാജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാരൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ അവന് ഇഷ്ടമുള്ള ടാങ്കൊക്കെ കലക്കിയിട്ട് ഞാൻ തലേന്ന് തന്നെ ഫ്രീസറിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ അവന് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ തണുത്ത ടാങ്ക് കിട്ടട്ടെ എന്ന് കരുതി. ഇത് മാജിന് ഇഷ്ടമുള്ള സാധനമായതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ടാങ്കൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അനിയത്തിയുടെ വീട്ടിലുണ്ടായിരുന്ന തേൻവരിക്കയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രാത്രി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ നമ്മൾ പോകുമ്പോൾ ഇത് എടുത്താൽ മതി എന്ന് കരുതിയിട്ടാണ്. കുഞ്ഞു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അല്ലാണ്ട് ഇത് വലിയ ആനക്കാര്യമൊന്നും അല്ലാന്ന് എനിക്കറിയാം. പിന്നെ അവന് ഇത്തിരി നെയ്പ്പത്തിരിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി വെക്കാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കുറച്ച് മക്കൾക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി മാസിന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചരിയും തേങ്ങായും ജീരകമൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുത്ത അരി മിക്സിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ നെയ്പ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എളുപ്പത്തിൽ നമുക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കാം. ഇങ്ങനെ മാവ് കുഴച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി പരത്തിയിട്ട് നെയ്യിലിട്ട് വറുത്ത് കോരുകയേ വേണ്ടൂ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടി ഞാൻ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നെയ്പ്പത്തിരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം പൊതിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിട്ട് ആണ് ഞാൻ കിടന്നത്. കാരണം ഞാനും ഉപ്പയും കൂടി കാലത്തുള്ള ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. 5:30 മണിക്ക് 5:20 ട്രെയിന്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പയും കുറേ നേരം കാത്തിരുന്നു. പിന്നീട് ട്രെയിൻ വന്നിട്ട് അതിലേക്ക് കയറിയിട്ടുണ്ട്. കാലത്ത് തന്നെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. നല്ല റിലാക്സായിട്ട് തണുപ്പത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പോകാൻ പറ്റിയിട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ഇപ്പം മൊബൈലിൽ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനിത്തിരി ഉറക്കത്തിൻ്റെ ഒരു ചായ്വിലേക്ക് മുങ്ങിയെന്ന് പറയാം. അപ്പോഴേക്കും മംഗലാപുരം എത്തിയിട്ടുണ്ട്. ഇവിടത്തേക്കൊരു 1-2 മണിക്കൂർ ട്രെയിൻ യാത്ര കൊണ്ട് എത്താവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ വല്ല കുട്ടക്കകത്ത് കുറേ മയിലിനെയൊക്കെ കൊണ്ടുപോകുന്നത് ഉപ്പ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഈ ചെറിയ പ്രായത്തിൽ കുറേ പ്രാവശ്യം ഉപ്പാൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പല യാത്രകളും പോയ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രായമേറിയ നാളിലും ഉപ്പാൻ്റെ ഒന്നിച്ചിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നത് വലിയ ഭാഗ്യം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഈ യാത്രയൊക്കെ മാക്സിമം ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. മാസിനെ
അമ്മ